ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. തയ്യൽ തുടക്കം മുതൽ പഠിക്കാം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മെഷീനെ പരിചയപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നൂല് ചുറ്റുന്നതും അടിയിലെ നൂലെങ്ങനെയാണ് ചുറ്റുന്നതെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നൂല് കോർക്കുന്ന രീതികളും ഒക്കെ തന്നെയും പറഞ്ഞിരുന്നു. ഇപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്ക് മെഷീനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ സ്റ്റിച്ചിങ് റെഗുലേറ്ററിൻ്റെ കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തയ്ക്കുമ്പോൾ വരുന്ന നീളം, തുന്നലിൻ്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സാധനമാണിത്. സ്റ്റിച്ചിങ് റെഗുലേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചാൽ തീരെ നീളം കുറയും. അതുപോലെ നമ്മൾ ഇത്തിരി കട്ടി കൂടിയ തുണിയൊക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മേളിലേക്ക് കൊണ്ടുവെക്കാം. അങ്ങനെ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സ്റ്റിച്ചിങ് റെഗുലേറ്ററാണ് ഇത്. ഇതിങ്ങനെ സ്ക്രൂ റിലീസ് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്കും താഴേക്കും ആക്കാം. എന്നിട്ട് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിതിങ്ങനെ റിലീസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ആക്കി തന്നെ വെക്കണം. ലൂസായിട്ടിരുന്നാൽ സ്റ്റിച്ചിങ് ശരിയാവില്ല. അതുകൊണ്ട് ഇത് ടൈറ്റ് ആക്കി തന്നെ വെക്കണം. എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ടൈറ്റ് ആക്കുക. അടുത്തതായിട്ടുള്ളത് ഈ മെഷീൻ ബെൽറ്റ്. ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്ന് നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ബെൽറ്റാണ്. ഇപ്പോൾ ഒരു ബെൽറ്റ് പോയിട്ട് നമുക്ക് അടുത്തത് ഇടണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതുപോലെയുള്ള ബെൽറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒത്തിരി ടൈറ്റ് ആവുകയും ചെയ്യരുത്, ഒത്തിരി ലൂസ് ആവുകയും ചെയ്യരുത്. ഇതിൻ്റെ ഒരു മീഡിയം ടെൻഷനിലായിരിക്കണം ഈ ബെൽറ്റ് ഇടേണ്ടത്. ഒത്തിരി ടൈറ്റ് ആയാൽ ഈ വീല് മുമ്പോട്ട് കറങ്ങില്ല, സ്റ്റിച്ച് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ ഒത്തിരി ലൂസായാലും സ്റ്റിച്ച് നമുക്ക് ചവിട്ടാൻ പറ്റില്ല, നന്നായിട്ട് ചവിട്ടാൻ പറ്റുകയില്ല, സ്റ്റിച്ചും ശരിയാവുകയില്ല. അതുകൊണ്ട് ഒരു മീഡിയം ടെൻഷനിലാണ് ഇതിടേണ്ടത്. അതുപോലെ തന്നെ ഇത് ആദ്യം മേടിക്കുന്നത് പൊട്ടിപ്പോയാൽ നമുക്ക് തുണി കൊണ്ട് ഇതുപോലെ ചുരുട്ടിയെടുത്ത് ഇതേ ടൈറ്റാക്കി തന്നെ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. ഈ ബെൽറ്റ് തന്നെ വേണമെന്നില്ല, തുണി കൊണ്ട് പുതിയ തുണി മേടിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ ഈ സാധാരണ മെഷീനിലാണെങ്കിൽ ഇപ്പോൾ കാലുകൊണ്ട് ചവിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിതിൽ മോട്ടർ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഒരു 1500 രൂപ, 1000 തൊട്ട് 1500 രൂപ റേഞ്ചിലൊക്കെയാണ് മോട്ടറിൻ്റെ വില. അപ്പോൾ നമുക്കിതിൽ മോട്ടർ പിടിപ്പിക്കാൻ പറ്റും. ഇലക്ട്രിക് മെഷീൻ പോലെ തന്നെ ഇതിൽ മോട്ടറും പിടിപ്പിക്കാൻ പറ്റും. ഇലക്ട്രിക് മെഷീൻ ആണെങ്കിൽ നമുക്കിതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മെഷീൻ ബാലൻസ് വേണം, മെഷീൻ ആദ്യം ചവിട്ടി പഠിക്കണം. സിംഗിൾ മെഷീൻ ആണെങ്കിൽ ഒക്കെ ക്ലാസ് 1 പറഞ്ഞിരുന്നു. അപ്പോൾ ഇലക്ട്രിക് മെഷീനിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ മോട്ടറിലാണ് നമ്മൾ കാലുകൊണ്ട് പ്രസ് ചെയ്യുന്നത്. നമ്മൾ വണ്ടിയുടെയൊക്കെ ആക്സിലേറ്റർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ അതിൻ്റെ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി ഇലക്ട്രിക് മെഷീൻ ആണെങ്കിൽ. അതുപോലെ തന്നെ ഇനി നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഞാൻ നൂല് എങ്ങനെയാണ് കോർക്കുന്നതെന്നും അടിയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ തന്നെയും ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇനി ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ആദ്യം ഈ വീല് മുമ്പിലേക്ക് കറക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇത് പുറകോട്ട് പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അതിനുശേഷം നമ്മൾ ഇത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു പേപ്പർ വെച്ചിട്ട്, ഒരു വൈറ്റ് പേപ്പറിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയിടുക. 5-6 വരയിട്ടിട്ട് ആ വരയിൽ കൂടി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ നൂലിൻ്റെ ആവശ്യമില്ല, നൂല് മാറ്റി വെക്കുക. സൂചി മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ സൂചി മാത്രം ഇട്ട് തയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ആ വരയിൽ കൂടി കുത്തായിട്ട് ഇങ്ങനെ ഹോൾസ് വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന്. നിങ്ങൾ പേപ്പർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പേപ്പറിൽ കുറച്ച് നേരം ഒന്ന് തയ്ച്ചതിന് ശേഷം ഇതുപോലെയുള്ള വൈറ്റ് ക്ലോത്ത് ആണെങ്കിലും മതി, വെള്ള ക്ലോത്തിൽ ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് വെറുതെ ഒന്ന് തയ്ച്ച് നോക്കുക. ഈ ലൈനിന് മീതെ കൂടി തയ്ക്കുക. നൂല് മാറ്റിയേക്കണം, നൂലില്ലാണ്ട് തന്നെ തയ്ക്കുക. അടിനൂലും മാറ്റണം, ഈ നൂലും മാറ്റിയേക്കുക. എന്നിട്ട് തയ്ച്ചിട്ട് കൃത്യമായിട്ട് ആ ഹോൾസ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി തന്നെ കുറേ പ്രാവശ്യം ചവിട്ടി പഠിച്ചാൽ മാത്രമേ നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് തയ്ച്ചതിന് ശേഷം പിന്നെ ഈ വരയില്ലാതെ നമ്മൾ ഇതുപോലെ തയ്ച്ച് നോക്കണം. വരയില്ലാതെ നൂലിട്ടിട്ട് ഇതുപോലെ തയ്ച്ച് നോക്കുക. തയ്ച്ച് നോക്കുമ്പോൾ തയ്യൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ, അങ്ങനെയും കുറേ പ്രാവശ്യം തയ്ച്ച് നോക്കുക. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്യൽ വരും. അങ്ങനെ ആദ്യം നമ്മൾ വളയാതെ തയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം. വളവില്ലാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം തയ്ക്കാൻ പഠിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ തുണി ഫോൾഡ് ചെയ്ത് വെച്ച് തയ്ച്ചാൽ മതി. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ച് പഠിക്കുക. ഇനി നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ, തയ്ക്കാനായിട്ട് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളെക്കുറിച്ച് കൂടി ഞാൻ പറയാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ, മെഷീനൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മളൊരു കത്രിക വാങ്ങിക്കുക, നല്ലൊരു കത്രിക വാങ്ങിക്കുക, നമുക്ക് തുണിയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തുണി അളക്കാനുള്ള ടേപ്പ്. നമ്മളൊരു സ്കെയിൽ കൂടി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും.
നിർബന്ധമില്ല, എന്നാലും ഒരു നീളമുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ വരയിടാനൊക്കെ കുറച്ചും കൂടി ഉപകാരമായിരിക്കും. ഇപ്പം ആദ്യം ഈ സ്കെയിലിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ തുണി എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ ഈ സ്കെയിലിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ, അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും. നൂല് വാങ്ങിക്കുക. നൂല് നമ്മൾ ക്വാളിറ്റിയുള്ള നൂല് തന്നെ നോക്കി വാങ്ങിക്കുക. അതുപോലെ തന്നെ ഈ ബോബിനും ബോബിൻ കേസും നമ്മൾ പുതിയ മെഷീൻ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ മെഷീൻ്റെ കൂടെ ഈ സാധനം കിട്ടുന്നതാണ്, എന്നാലും എക്സ്ട്രാ വേണമെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം വാങ്ങിച്ച് വെക്കാം. ഇത് നമുക്ക് 2-3 കളർ നൂലൊക്കെ ചുറ്റി വെക്കാം. ഇത് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ 3-4 എണ്ണമൊക്കെ വാങ്ങിച്ച് വെക്കാം. പിന്നെ മെഷീൻ്റെ സൂചി മെഷീനിലുണ്ടാവും, എന്നാൽ പോലും നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ ചിലപ്പം സൂചി ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ 2-3 എണ്ണം അതും എക്സ്ട്രാ കരുതുന്നത് നല്ലതാണ്. പിന്നെ വേണ്ടത് ചോക്ക്. നമ്മൾ അളന്ന് തുണി തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യുന്ന ചോക്കാണിത്. തുണിയിൽ മാർക്ക് ചെയ്യുന്ന ചോക്കെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിലൊക്കെ തന്നെയും ഇതും കിട്ടും. പിന്നെയുള്ളത് ഇത് സീം റീപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയാൽ വേഗത്തിൽ അഴിച്ചെടുക്കുന്ന ഒരു സാധനമാണിത്. സീം റീപ്പർ എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് തയ്ക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപയോഗമുള്ള ഒരു സാധനമാണ്. പിന്നെ വേണ്ടത് മെഷീൻ ഓയിൽ നമ്മൾ അത്യാവശ്യമായിട്ട് മെഷീൻ ഓയിൽ വേണം. കാരണം മെഷീൻ എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓയിൽ ചെയ്യണം. അപ്പോൾ മെഷീൻ ഓയിൽ അത്യാവശ്യമായിട്ടും വാങ്ങിക്കണം. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങുന്ന ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.